നമസ്കാരം. എല്ലാവർക്കും ബയോ അബോർഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ +2 ബോട്ടണിയിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന ചാപ്റ്ററിന്റെ 6ാമത്തെ പാർട്ടാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ആദ്യത്തെ ഭാഗങ്ങൾ കാണാത്തവർക്കായി അതിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഏജന്റ്സ് ഓഫ് പോളിനേഷൻ ആണ് പഠിച്ചത് അല്ലേ? നമുക്കിനി ബാക്കി ഭാഗങ്ങൾ നോക്കാം. ഔട്ട് ബ്രീഡിംഗ് ഡിവൈസസിനെ കുറിച്ചാണ് നമ്മൾ ആദ്യം പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ഹെർമാഫ്രോഡൈറ്റ് ഫ്ലവേഴ്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു അല്ലേ? ഹെർമാഫ്രോഡൈറ്റ് ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അവിടെ മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സും അതുപോലെ തന്നെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സും കാണപ്പെടുന്നുണ്ട് അല്ലേ? ഒരു ഫ്ലവറിനകത്ത് തന്നെ രണ്ട് റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സും മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സും കാണപ്പെടുന്നു, അതുപോലെ തന്നെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സും കാണപ്പെടുന്നു. അങ്ങനെയുള്ള ഫ്ലവേഴ്സിനെയാണ് നമ്മൾ ഹെർമാഫ്രോഡൈറ്റ് ഫ്ലവേഴ്സ് എന്ന് പറയുന്നത്. അപ്പോ ഈ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ എന്താണ്? പോളൻ ഗ്രെയിൻസ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്, അതുപോലെ തന്നെ അവിടെ സ്റ്റിഗ്മയും കാണപ്പെടുന്നുണ്ട് അല്ലെ? അപ്പൊ ആ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള പോളൻ ഗ്രെയിൻസ് അതിന്റെ തന്നെ സ്റ്റിഗ്മയിൽ പോയി പതിക്കില്ലേ? അതായത് ഓട്ടോഗമി എന്ന് പറയുന്ന പ്രോസസ് ആണ് നടക്കുന്നത് അല്ലെ? സെൽഫ് പോളിനേഷൻ ആണ് നടക്കുന്നത്. അപ്പോ ഒരു ഫ്ലവറിനകത്ത് പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുള്ള പോളൻ ഗ്രെയിൻസ് അതിന്റെ തന്നെ സ്റ്റിഗ്മയിൽ പോയി പതിക്കുകയാണ് ചെയ്യുന്നത്. ഏത് ഫ്ലവേഴ്സിന്റെ കേസിലാണ് അങ്ങനെ സംഭവിക്കുന്നത്? ഹെർമാഫ്രോഡൈറ്റ് ഫ്ലവേഴ്സിന്റെ കേസിലാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പൊ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് സെൽഫ് പോളിനേഷൻ തന്നെ നടക്കുന്ന സമയത്ത് അവിടെ ഇൻബ്രീഡിംഗ് ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാവുന്നു. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് സെൽഫ് പോളിനേഷൻ തന്നെ നടക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അവിടെ ഇൻബ്രീഡിംഗ് ഡിപ്രഷൻ ഉണ്ടാവുന്നു. എന്താണ് ഇൻബ്രീഡിംഗ് ഡിപ്രഷൻ എന്ന് നമുക്ക് നോക്കാം. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് സെൽഫ് പോളിനേഷൻ നടന്നു കഴിയുമ്പോൾ ഈ പ്ലാന്റ്സ് ബയോളജിക്കലി വീക്ക് ആവുകയാണ് ചെയ്യുന്നത്. അതിന് റീപ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി കുറഞ്ഞു വരുന്നു. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻബ്രീഡിംഗ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് സെൽഫ് പോളിനേഷൻ തന്നെ നടക്കുന്ന സമയത്ത് അത് ആ പ്ലാന്റ്സിന്റെ ബയോളജിക്കൽ ഫിറ്റ്നസ് നഷ്ടപ്പെടാൻ കാരണമാവുന്നു. അതിന് റീപ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഒക്കെ കുറയുന്നു. ഈ കണ്ടീഷനെ നമ്മൾ എന്ത് പറയുന്നു? ഇൻബ്രീഡിംഗ് ഡിപ്രഷൻ എന്ന് പറയുന്നു. അപ്പോൾ ഈ ഇൻബ്രീഡിംഗ് ഡിപ്രഷൻ വരാതിരിക്കാനായി, കാരണം ഒരു പ്ലാന്റിന്റെ ഫെർട്ടിലിറ്റി നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് അല്ലെ? അപ്പൊ ഇത്തരത്തിലുള്ള ഒരു കണ്ടീഷൻ ഒഴിവാക്കാനായി ഈ പ്ലാന്റ്സിനകത്ത് ചില മോഡിഫിക്കേഷൻസ് ഒക്കെ നടക്കുന്നുണ്ട്. ഈ സെൽഫ് പോളിനേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിനെ ഡിസ്കറേജ് ചെയ്യാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഈ ഫ്ലവേഴ്സിൽ തന്നെ ചില അഡാപ്റ്റേഷൻസ് ഒക്കെ ഉണ്ടാവുന്നുണ്ട്. അതെന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അതാണ് ഈ ഔട്ട് ബ്രീഡിംഗ് ഡിവൈസസ് എന്ന് പറയുന്നത്. അപ്പോ ചില പ്ലാന്റ്സിന്റെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ ഈ പോളൻ റിലീസ് ചെയ്യുന്ന ആ പ്രോസസ്സും അതുപോലെ തന്നെ സ്റ്റിഗ്മയുടെ റിസപ്റ്റിവിറ്റിയും സിൻക്രണൈസ് ചെയ്ത് വരാത്തൊരു കണ്ടീഷൻ ഉണ്ടാവും. അതായത് രണ്ടും ഒരേ സമയം നടക്കുന്നില്ല. നമുക്കറിയാം സ്റ്റിഗ്മ ഈ വരുന്ന പോളൻ ഗ്രെയിൻസിനെ റിസീവ് ചെയ്യാനായിട്ട് ആ ഒരു കപ്പാസിറ്റി ഉണ്ടെങ്കിൽ മാത്രമാണ് എന്ത് സംഭവിക്കുന്നുള്ളൂ? ഈ വരുന്ന പോളൻ ഗ്രെയിൻസിനെ റിസീവ് ചെയ്യുന്നുള്ളൂ അല്ലെ? ആ റിസീവ് ചെയ്യാനുള്ള ആ കപ്പാസിറ്റി ആവുന്നതിന് മുമ്പോ അല്ലെങ്കിൽ ആയി കഴിഞ്ഞ് ഒരുപാട് സമയത്തിന് ശേഷമോ പോളൻ ഗ്രെയിൻസ് റിലീസ് ചെയ്യുന്നു. അപ്പോ ഇത് രണ്ടും ഒരേ സമയം നടന്നാൽ മാത്രം, അതായത് സ്റ്റിഗ്മയ്ക്ക് റിസപ്റ്റിവിറ്റി ഉള്ള സമയത്ത് പോളൻ ഗ്രെയിൻസ് വന്നാൽ മാത്രമാണ് അവിടെ പോളിനേഷൻ നടക്കുന്നുള്ളൂ. അപ്പൊ ഇത് രണ്ടും ഒരേ സമയം ആവാതിരുന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു? അവിടെ പോളിനേഷൻ നടക്കുന്നില്ല അല്ലെ? അതായത് സെൽഫ് പോളിനേഷൻ നടക്കുന്നില്ല. അപ്പോ ഈ ഒരു മെത്തേഡ് വഴി ചില പ്ലാന്റ്സ് എന്ത് ചെയ്യുന്നുണ്ട്? സെൽഫ് പോളിനേഷൻ എന്ന് പറയുന്ന ഈ പ്രോസസ്സിനെ പ്രിവെന്റ് ചെയ്ത് ക്രോസ് പോളിനേഷനെ പ്രൊമോട്ട് ചെയ്യുന്നു. അപ്പോ സെൽഫ് പോളിനേഷനെ ഡിസ്കറേജ് ചെയ്യാനായിട്ട് ചില പ്ലാന്റ്സിൽ കാണപ്പെടുന്ന ഒരു മെത്തേഡ് ആണ് ഇവിടെ പറഞ്ഞത്. ഒരു ഔട്ട് ബ്രീഡിംഗ് ഡിവൈസ് ആണ് ഇവിടെ പറഞ്ഞത്. അതായത് പോളൻ റിലീസും ഈ സ്റ്റിഗ്മയുടെ റിസപ്റ്റിവിറ്റിയും ഒരേ സമയം സംഭവിക്കാതിരിക്കുക. പോളൻ റിലീസ് ചെയ്യുന്ന സമയത്തായിരിക്കില്ല സ്റ്റിഗ്മ ആ റിസപ്റ്റീവ് ആയിരിക്കുന്ന കണ്ടീഷൻ. അപ്പൊ എന്താണ്? പോളൻ വരുന്നാലും ഈ സ്റ്റിഗ്മയ്ക്ക് അതിനെ റിസീവ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല അല്ലെ? പോളിനേഷൻ നടക്കുന്നില്ല. ഈ ഒരു മെത്തേഡ് ചില പ്ലാന്റ്സിൽ കാണപ്പെടുന്നുണ്ട്. ഇനി വേറെ ചില പ്ലാന്റ്സിൽ ഈ സെൽഫ് പോളിനേഷൻ എന്ന് പറയുന്ന ആ പ്രോസസ്സിനെ പ്രിവെന്റ് ചെയ്യാനുള്ള മെത്തേഡ് എന്താണെന്ന് നോക്കാം. അവിടെയില്ലേ ഈ ആന്തറും അതുപോലെ തന്നെ സ്റ്റിഗ്മയും രണ്ടും ഡിഫറെന്റ് പൊസിഷനിലായിരിക്കും അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. നമുക്കറിയാം ഈ ആന്തറും സ്റ്റിഗ്മയും വളരെ ക്ലോസ് ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് അവിടെ സെൽഫ് പോളിനേഷൻ നടക്കാനുള്ള ചാൻസ് കൂടുന്നത്. അപ്പൊ ഇത് രണ്ടും ഡിഫറെന്റ് പൊസിഷനിലേക്ക് അറേഞ്ച് ചെയ്യുന്ന സമയത്ത്, രണ്ട് ഡിഫറെന്റ് പൊസിഷനിലായി അറേഞ്ച് ചെയ്യുന്ന സമയത്ത് എന്ത് കുറയുന്നു? സെൽഫ് പോളിനേഷൻ നടക്കാനുള്ള ചാൻസുകൾ കുറയുന്നു.
അപ്പൊ ഇപ്പൊ ഈ പറഞ്ഞ എക്സാമ്പിളും അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു കേസും അതുപോലെ തന്നെ തൊട്ടു മുമ്പ് പറഞ്ഞ പോളൻ റിലീസും അതുപോലെ തന്നെ സ്റ്റിഗ്മ റിസപ്റ്റിവിറ്റിയും ഒരേ സമയം സംഭവിക്കാതിരിക്കുന്ന ഒരു കേസും, ഇത് രണ്ടും ഓട്ടോഗമി എന്ന് പറയുന്ന ആ പ്രോസസ്സിനെ പ്രിവെന്റ് ചെയ്യുന്ന മെത്തേഡുകളാണ് അല്ലെ, അല്ലെങ്കിൽ ഡിവൈസുകളാണ്. അപ്പൊ നമ്മൾ ഔട്ട് ബ്രീഡിംഗ് ഡിവൈസുകളെ കുറിച്ചാണ് പറയുന്നത്. ആദ്യത്തെ രണ്ടെണ്ണം പറഞ്ഞു. ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്ന മൂന്നാമത്തെ ഡിവൈസ് ആണ് സെൽഫ് ഇൻകോമ്പാറ്റബിലിറ്റി എന്ന് പറയുന്നത്. ഈ സെൽഫ് ഇൻകോമ്പാറ്റബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോളിനേഷൻ നടക്കുന്ന സമയത്ത്, അതായത് സെൽഫ് പോളിനേഷൻ നടക്കുന്ന സമയത്ത് ഈ പോളൻ ജെർമിനേഷനും അതുപോലെ തന്നെ പോളൻ ട്യൂബ് ഫോർമേഷനും ഒക്കെ പ്രിവെന്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ ഒരു ഫ്ലവറിനകത്ത് അതിന്റെ തന്നെ പോളൻ ഗ്രെയിൻസ്, ഒരു ഫ്ലവറിലെ സ്റ്റിഗ്മയ്ക്കകത്ത് അതിന്റെ തന്നെ പോളൻ ഗ്രെയിൻസ് വന്ന് പതിക്കുകയാണെന്ന് വിചാരിക്കുക. ആ പോളൻ ഗ്രെയിൻസ് വന്ന് സ്റ്റിഗ്മയിൽ എത്തിക്കഴിയുമ്പോൾ അവിടെ പോളൻ ജെർമിനേഷൻ അതുപോലെ തന്നെ പോളൻ ട്യൂബ് ഫോർമേഷൻ എന്ന് പറയുന്ന പ്രോസസ്സുകളൊക്കെ നടക്കുന്നുണ്ട്. അത് നിങ്ങൾ പഠിക്കും, ഇത് കഴിഞ്ഞിട്ട് നമുക്കത് പഠിക്കാനുണ്ട്. അപ്പോൾ ഈ പോളൻ ജെർമിനേഷൻ എന്ന് പറയുന്ന ഈ പ്രോസസ്സോ അല്ലെങ്കിൽ പോളൻ ട്യൂബ് ഫോർമേഷനെയോ ഇൻഹിബിറ്റ് ചെയ്യുന്നു, ഈ പ്ലാന്റ് അല്ലെങ്കിൽ ഈ ഫ്ലവർ ഇൻഹിബിറ്റ് ചെയ്യുന്നു. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? ഫെർട്ടിലൈസേഷൻ നടക്കുന്നില്ല അല്ലെ. അപ്പൊ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്ന ആ പ്രോസസ്സിനെ പ്രിവെന്റ് ചെയ്യുന്നു. അങ്ങനെയും സെൽഫ് പോളിനേഷനെ ഈ ചില പ്ലാന്റ്സ് പ്രിവെന്റ് ചെയ്യുന്നുണ്ട്. അപ്പോ ആ പ്ലാന്റിന്റെ തന്നെ മറ്റൊരു ഫ്ലവറിൽ നിന്ന് വന്ന പോളൻ ഗ്രെയിനിനെയോ അല്ലെങ്കിൽ സെയിം ഫ്ലവറിൽ തന്നെ പോളൻ ഗ്രെയിനിനെയോ ഇൻഹിബിറ്റ് ചെയ്യാനുള്ള ഒരു മെക്കാനിസം ആണ് ഇവിടെ പറഞ്ഞത്. എങ്ങനെയാണ് അത് ചെയ്യുന്നത്? എയ്തർ പോളൻ ജെർമിനേഷനെ ഇൻഹിബിറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ പോളൻ ട്യൂബ് ഗ്രോത്തിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ പോളൻ ട്യൂബ് ഗ്രോത്ത് ഒക്കെ നടന്നു കഴിഞ്ഞാൽ മാത്രമാണ് ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുകയുള്ളൂ. അപ്പൊ ഇവിടെ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നില്ല, അങ്ങോട്ടേക്ക് എത്തുന്നില്ല. പോളൻ വന്ന് സ്റ്റിഗ്മയിൽ എത്തി, പക്ഷെ അത് കഴിഞ്ഞ് നടക്കേണ്ട പ്രോസസ്സുകളായിട്ടുള്ള പോളൻ ജെർമിനേഷനെയോ അല്ലെങ്കിൽ പോളൻ ട്യൂബ് ഫോർമേഷനെയോ എന്ത് ചെയ്യുന്നു? ഇൻഹിബിറ്റ് ചെയ്യുന്നു. അപ്പൊ ഇൻഹിബിറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ഫെർട്ടിലൈസേഷൻ നടക്കുന്നില്ല. അപ്പോഴും അവിടെ എന്താണ്? ഈ സെൽഫ് പോളിനേഷൻ നടക്കുന്നില്ല അല്ലെ, ഇൻബ്രീഡിംഗ് നടക്കുന്നില്ല. ഈ സെൽഫ് പോളിനേഷനെ പ്രിവെന്റ് ചെയ്യാനുള്ള അടുത്തൊരു ഡിവൈസ് എന്താണെന്ന് വെച്ചാൽ യൂണിസെക്ഷൽ ഫ്ലവേഴ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. യൂണിസെക്ഷൽ ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എയ്തർ മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് മാത്രം കാണപ്പെടുന്നു അല്ലെങ്കിൽ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് മാത്രം കാണപ്പെടുന്നു. അപ്പോൾ ഒരു ഫ്ലവർ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിലെന്താണ്? ഒന്നില്ലെങ്കിൽ മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് മാത്രം കാണപ്പെടുന്നു അല്ലെങ്കിൽ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് മാത്രം കാണപ്പെടുന്നു. രണ്ടും കൂടി ഒരുമിച്ച് കാണപ്പെടുന്നില്ല. അങ്ങനെയുള്ള കണ്ടീഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? യൂണിസെക്ഷൽ ഫ്ലവേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ യൂണിസെക്ഷൽ ഫ്ലവേഴ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് എങ്കിൽ അവിടെ ഓട്ടോഗമി എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നില്ല അല്ലേ. ഇപ്പൊ ചില പ്ലാന്റ്സിന്റെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ യൂണിസെക്ഷൽ ഫ്ലവേഴ്സ് ആയിരിക്കും, പക്ഷേ മെയിൽ ഫ്ലവേഴ്സും ഫീമെയിൽ ഫ്ലവേഴ്സും സെയിം പ്ലാന്റിനകത്ത് തന്നെ കാണപ്പെടുന്നുണ്ടാവും. ഇപ്പൊ മെയ്സ് അതുപോലെ തന്നെ കാസ്റ്റർ ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ യൂണിസെക്ഷൽ ഫ്ലവേഴ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്, പക്ഷേ ആ പ്ലാന്റിനകത്ത് തന്നെ രണ്ട് ടൈപ്പ് ഫ്ലവേഴ്സും കാണുന്നുണ്ട്. മെയിൽ ഫ്ലവേഴ്സും കാണുന്നുണ്ട്, അതുപോലെ തന്നെ ഫീമെയിൽ ഫ്ലവേഴ്സും കാണപ്പെടുന്നുണ്ട്. അതായത് അവിടെ എന്താണ്? മൊണീഷ്യസ് എന്ന് പറയുന്ന കണ്ടീഷൻ ആണ്. മൊണീഷ്യസ് എന്ന് പറയുന്ന കണ്ടീഷൻ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സും ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സും സെയിം ഇൻഡിവിജ്വലിനകത്ത് കാണുന്നു. ഇവിടെ ഈ പ്ലാന്റ്സിന്റെ കേസ് എടുത്ത് നോക്കുന്ന സമയത്ത് മെയിൽ ഫ്ലവേഴ്സും ഫീമെയിൽ ഫ്ലവേഴ്സും സെയിം പ്ലാന്റിൽ തന്നെ കാണപ്പെടുന്നു. അപ്പൊ ഇവിടെ ഓട്ടോഗമി എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നില്ല. കാരണം സെയിം ഫ്ലവറിനകത്ത് രണ്ട് ടൈപ്പ് റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സും കാണപ്പെടുന്നില്ല അല്ലെ. അതുകൊണ്ട് അവിടെ ഓട്ടോഗമി നടക്കുന്നില്ല, പക്ഷെ അവിടെ എന്താണ്? ഗൈറ്റനോഗമി നടക്കുന്നുണ്ട് അല്ലെ. കാരണം ഒരു പ്ലാന്റിനകത്ത് തന്നെ മെയിൽ ഫ്ലവറും കാണപ്പെടുന്നുണ്ട്, ഫീമെയിൽ ഫ്ലവറും കാണപ്പെടുന്നുണ്ട്. അപ്പൊ ഇവയ്ക്കിടയിൽ എന്ത് നടക്കാനുള്ള ചാൻസ് ഉണ്ട്? പോളിനേഷൻ നടക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അവിടെ ഗൈറ്റനോഗമി എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നുണ്ട്. ഈ ഗൈറ്റനോഗമി എന്നുള്ളത് നമ്മൾ പറഞ്ഞു ഫങ്ഷണലി അതൊരു ക്രോസ് പോളിനേഷൻ ആണെങ്കിലും ജനറ്റിക്കലി തിങ്ക് ചെയ്യുന്ന സമയത്ത് അതെന്താണ്? ഓട്ടോഗമിയാണ് അല്ലെ. അതായത് സെൽഫ് പോളിനേഷൻ തന്നെയാണ്, സെയിം ജനറ്റിക് മെറ്റീരിയൽ അല്ലേ അവിടെ. അതുകൊണ്ട് ഈ ഗൈറ്റനോഗമി എന്ന് പറയുന്നത് ജനറ്റിക്കലി തിങ്ക് ചെയ്യുന്ന സമയത്ത് സെൽഫ് പോളിനേഷൻ അല്ലെങ്കിൽ ഓട്ടോഗമി തന്നെയാണ്. ഇനി ചില പ്ലാന്റ്സിന്റെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പൊ പപ്പായ പോലെയുള്ള പ്ലാന്റ്സിന്റെ ഒക്കെ കേസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു പ്ലാന്റിനകത്ത് മെയിൽ ഫ്ലവേഴ്സ് മാത്രം കാണപ്പെടുന്നു, മറ്റൊരു പ്ലാന്റിനകത്ത് ഫീമെയിൽ ഫ്ലവേഴ്സ് മാത്രം കാണപ്പെടുന്നു. അപ്പൊ അവിടെ ഡൈസി എന്ന് പറയുന്ന കണ്ടീഷൻ ആണ്. ഡൈസി എന്ന് പറയുന്ന കണ്ടീഷൻ എന്താ ഉദ്ദേശിക്കുന്നത്? ഒരു ഇൻഡിവിജ്വൽ അതില് എയ്തർ മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ കാണപ്പെടുന്നു
അല്ലെങ്കിൽ എന്താണ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ കാണപ്പെടുന്നു. അപ്പോ പപ്പായ ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ മെയിൽ പ്ലാന്റ് എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം ആ പ്ലാന്റിനകത്ത് മെയിൽ ഫ്ലവേഴ്സ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇനി വേറൊരു പ്ലാന്റിനെ നോക്കുകയാണെങ്കിലോ അവിടെ ഫീമെയിൽ ഫ്ലവേഴ്സ് മാത്രമായിരിക്കും കാണപ്പെടുക. അപ്പൊ ഇങ്ങനെ ഉള്ള കേസുകളിൽ എന്ത് നടക്കുന്നില്ല? ഓട്ടോഗമി നടക്കുന്നില്ല, അതേപോലെ തന്നെ ഗൈറ്റനോഗമിയും നടക്കുന്നില്ല. അപ്പൊ സെൽഫ് പോളിനേഷൻ എന്ന് പറയുന്ന പ്രോസസ് അവിടെ നടക്കുന്നേ ഇല്ല അല്ലെ? കാരണം രണ്ട് ഡിഫറെന്റ് പ്ലാന്റിലാണ് മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് കാണപ്പെടുന്നതും അതുപോലെ തന്നെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് കാണപ്പെടുന്നതും. ഒരു പ്ലാന്റിലെ മെയിൽ ഫ്ലവേഴ്സ് മാത്രം കാണപ്പെടുന്നു, മറ്റേ പ്ലാന്റിലെ ഫീമെയിൽ ഫ്ലവേഴ്സ് മാത്രം കാണപ്പെടുന്നു. അപ്പോ ഇങ്ങനെയുള്ള കണ്ടീഷനിൽ രണ്ട് നടക്കുന്നില്ല, ഓട്ടോഗമി നടക്കുന്നില്ല, ഗൈറ്റനോഗമി നടക്കുന്നില്ല. സെൽഫ് പോളിനേഷൻ എന്ന് പറയുന്ന ആ പ്രോസസ്സ് പ്രിവെന്റ് ചെയ്യപ്പെടുന്നു അല്ലേ? നമുക്ക് എന്താണ് പോളൻ പിസ്റ്റിൽ ഇന്ററാക്ഷൻ എന്ന് നോക്കാം. അപ്പോ പോളിനേഷൻ നടക്കണമെങ്കിൽ ഈ സ്റ്റിഗ്മയിലേക്ക് കൃത്യമായിട്ട് അതിന്റെ തന്നെ സ്പീഷീസിൽ പെട്ടിട്ടുള്ള പോളൻ ഗ്രെയിൻ വന്ന് പതിക്കണ്ടേ? എന്നാൽ മാത്രമല്ലേ പോളിനേഷൻ നടക്കുകയുള്ളൂ. അല്ലാതെ രണ്ട് ഡിഫറെന്റ് സ്പീഷീസിൽ പെട്ടിട്ടുള്ള ആൾക്കാർ തമ്മിൽ പോളിനേഷൻ നടക്കുകയില്ലല്ലോ. അപ്പോ ഈ പിസ്റ്റലിന് ഈ വരുന്ന പോളൻ ഗ്രെയിൻ കൃത്യമായിട്ട് അതിന്റെ തന്നെ സ്പീഷീസിൽ പെട്ടതാണോ, അതായത് റൈറ്റ് ടൈപ്പ് ആണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്പീഷീസിൽ പെട്ടതാണോ എന്നുള്ളതൊക്കെ തിരിച്ചറിയാനുള്ള കഴിവുണ്ട്. ഇപ്പോ ചില പ്ലാന്റ്സിന്റെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ സെയിം പ്ലാന്റിൽ നിന്ന് തന്നെയുള്ള പോളൻ ഗ്രെയിൻസിനെ സ്വീകരിക്കുകയില്ല അല്ലെ? നമ്മളിപ്പോ പറഞ്ഞു സെൽഫ് ഇൻകോമ്പാറ്റിബിലിറ്റിയെ കുറിച്ച് പറഞ്ഞിരുന്നു. അപ്പൊ ഈ സെൽഫ് ഇൻകോമ്പാറ്റിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സെയിം പ്ലാന്റിന് തന്നെ പോളൻ ഗ്രെയിൻ ആണ് വന്ന് പതിക്കുന്നത് എങ്കിൽ പോളൻ ട്യൂബ് ഫോർമേഷനോ അല്ലെങ്കിൽ ഈ പോളൻ ജെർമിനേഷനോ ഒന്നും നടക്കുന്നില്ല. അതിൽ ഏതെങ്കിലും ഒരു പ്രോസസ്സിനെ ഇൻഹിബിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതൊക്കെ എങ്ങനെയാണ് സാധിക്കുന്നത്? ഇത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിസ്റ്റിൽ കൃത്യമായിട്ട് തിരിച്ചറിയാണ് വരുന്നത് കോമ്പാറ്റബിൾ ആയിട്ടുള്ളതാണോ അതോ ഇൻകോമ്പാറ്റബിൾ ആയിട്ടുള്ളതാണോ എന്നുള്ളത് തിരിച്ചറിയാണ്. അതായത് റൈറ്റ് ടൈപ്പ് ആണോ റോങ് ടൈപ്പ് ആണോ എന്നുള്ളത് തിരിച്ചറിയാനുള്ള കഴിവ് ആർക്കുണ്ട്? ഈ പിസ്റ്റലിന് ഉണ്ട്. ഇപ്പോ റൈറ്റ് ടൈപ്പ് പോളൻ ഗ്രെയിൻ ആണ് വരുന്നത് എങ്കിൽ പിസ്റ്റൽ എന്ത് ചെയ്യുന്നു? ആ പോളൻ ഗ്രെയിൻസിനെ അക്സെപ്റ്റ് ചെയ്യുന്നു, എന്നിട്ട് ബാക്കിയുള്ള ഇവന്റ്സ് ഒക്കെ നടക്കുന്നു. ആ പോളിനേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിന് ശേഷം പോസ്റ്റ് പോളിനേഷൻ ഇവന്റ്സും അതുപോലെ തന്നെ ഫെർട്ടിലൈസേഷനും ഒക്കെ നടക്കുന്നു. ഇനി വന്നിട്ടുള്ള പോളൻ ഗ്രെയിൻ റൈറ്റ് ടൈപ്പ് അല്ല എന്ന് വിചാരിക്കുക, റോങ് ടൈപ്പ് പോളൻ ഗ്രെയിൻ ആണ് വന്നിട്ടുള്ളത് എങ്കിൽ അവിടെ എന്താണ്? ഇവ പരസ്പരം ഉള്ള ആ ഇന്ററാക്ഷൻ നടക്കുന്നില്ല അല്ലെ? പിസ്റ്റില് ആ വന്നിട്ടുള്ള പോളൻ ഗ്രെയിൻസിനെ റിജക്ട് ചെയ്യുന്നു. അവിടെ പോളൻ ജെർമിനേഷനോ അല്ലെങ്കിൽ പോളൻ ട്യൂബ് ഫോർമേഷനോ ഒന്നും നടക്കുന്നില്ല. ഈ പോളൻ ജെർമിനേഷനും പോളൻ ട്യൂബ് ഫോർമേഷനും ഒക്കെ നടന്നു കഴിഞ്ഞാൽ മാത്രമാണ് ഫെർട്ടിലൈസേഷൻ നടക്കുകയുള്ളൂ. അപ്പോ റോങ് ടൈപ്പ് പോളൻ ആണ് വന്ന് പതിച്ചിരിക്കുന്നത് എങ്കിൽ പിസ്റ്റിൽ എന്ത് ചെയ്യുന്നു? ഈ പ്രോസസ്സുകളൊന്നും നടക്കാൻ സമ്മതിക്കുന്നില്ല, ആ പോളൻ ഗ്രെയിനെ റിജക്ട് ചെയ്യുന്നു. അപ്പൊ പോളൻ ജെർമിനേഷനോ അല്ലെങ്കിൽ പോളൻ ട്യൂബ് ഫോർമേഷനോ ഒന്നും നടക്കുന്നില്ല. അപ്പൊ കൃത്യമായിട്ട് ഈ പിസ്റ്റിൽ എങ്ങനെയാണ് ഇതിനെ റെക്കഗ്നൈസ് ചെയ്യുന്നത് എന്നറിയുമോ? അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്. ഈ വരുന്ന പോളൻ ഗ്രെയിനും അതുപോലെ തന്നെ പിസ്റ്റിലും തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്. ഇത് എങ്ങനെയാണ്? ചില കെമിക്കൽ സബ്സ്റ്റൻസിന്റെ സഹായത്തോടു കൂടിയാണ്. അപ്പൊ ഈ ചില കെമിക്കൽ കോമ്പൗണ്ട്സിന്റെ സഹായത്തോടെ അല്ലെങ്കിൽ കമ്പോണൻസിന്റെ സഹായത്തോടു കൂടി ഇവ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. എന്നിട്ടാണ് ഈ പിസ്റ്റില് വന്നിട്ടുള്ളത് കൃത്യമായിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന പോളനാണോ അല്ലെങ്കിൽ റിജക്ട് ചെയ്യേണ്ട പോളനാണോ എന്നൊക്കെ തിരിച്ചറിയുന്നത്. ഇനി കൃത്യമായിട്ടുള്ള റൈറ്റ് ടൈപ്പ് പോളനാണ് വന്ന് സ്റ്റിഗ്മയിൽ എത്തിയത് എന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നറിയുമോ? ഈ പോളൻ ഗ്രെയിൻസ് ഇല്ലേ, ഈ പോളൻ ഗ്രെയിൻസ് ജെർമിനേറ്റ് ചെയ്യുന്നു. അപ്പൊ സ്റ്റിഗ്മയിൽ വെച്ച് ഈ പോളൻ ഗ്രെയിൻസ് ജെർമിനേറ്റ് ചെയ്ത് ഒരു പോളൻ ട്യൂബ് ഫോം ചെയ്യുന്നുണ്ട്. ഈ ജെം പോഴ്സിനെ കുറിച്ച് നമ്മൾ പോളൻ ഗ്രെയിൻസിനെ കുറിച്ച് പഠിച്ചപ്പോൾ പറഞ്ഞിരുന്നു. ഈ ജെം പോഴ്സിലൂടെ ഒരു പോളൻ ട്യൂബ് പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഒരു പോളൻ ഗ്രെയിനിന് ജെം പോഴ്സിലൂടെ എന്ത് സംഭവിക്കുന്നു? ഒരു പോളൻ ട്യൂബ് ഉണ്ടാവുന്നു. ഈ സ്റ്റിഗ്മയില് കൃത്യമായിട്ട്, അതായത് ഈ പിസ്റ്റിൽ റെക്കഗ്നൈസ് ചെയ്യണം റൈറ്റ് ടൈപ്പ് പോളനാണ് വന്നിരിക്കുന്നത് എന്ന് റെക്കഗ്നൈസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു? ഈ പോളൻ ഗ്രെയിൻസ് ജെർമിനേറ്റ് ചെയ്യുന്നു. അതിന്റെ ഒരു ചിത്രമാണ് ഇവിടെ തന്നിട്ടുള്ളത് കേട്ടോ. പോളൻ ഗ്രെയിൻസ് ജെർമിനേറ്റ് ചെയ്ത് ആ പോളൻ ട്യൂബ്സ് പുറത്തേക്ക് വരുന്നതാണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോ റൈറ്റ് ടൈപ്പ് പോളനാണ് വരുന്നത് എങ്കിൽ കണ്ടോ, ജെർമിനേറ്റ് ചെയ്ത് പോളൻ ട്യൂബ് ഫോം ചെയ്യുന്നു അല്ലെ? ഈ പോളൻ ട്യൂബ് പിന്നീട് ഈ സ്റ്റിഗ്മ സ്റ്റൈലിലൂടെയൊക്കെ കടന്ന് എങ്ങോട്ടേക്ക് പോകുന്നുണ്ടെന്ന് അറിയുമോ? ഓവറിയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. അപ്പോ ഈ പോളൻ ട്യൂബ് ഇങ്ങനെ സ്റ്റിഗ്മയിൽ നിന്ന് സ്റ്റൈലിലൂടെയൊക്കെ കടന്ന് എങ്ങോട്ടേക്ക് പോകുന്നു? ഓവറിയുടെ അടുത്തേക്ക്, ഓവറിയിലേക്ക് പോകുന്നു. അപ്പോ
പോളൻ ജെർമിനേഷൻ നടന്നു, പോളൻ ട്യൂബ് ഉണ്ടായി അല്ലേ? പോളൻ ട്യൂബ് ഓവറിയുടെ അങ്ങോട്ടേക്ക് പോകുന്നു. ഈ പോളൻ ട്യൂബിലൂടെയാണ് മെയിൽ ഗാമേറ്റ്സ് ഒവ്യൂളിലേക്ക് പോകുന്നത്. അപ്പൊ ചില പ്ലാന്റ്സിന്റെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ ഈ പോളൻ ഗ്രെയിൻസ് 2 സെൽഡ് സ്റ്റേജിലായിരിക്കും പുറത്തേക്ക് വരിക. ഈ ആന്തർ ഡെഹിസൻസ് ഒക്കെ നടന്ന പോളൻ ഗ്രെയിൻസ് പുറത്തേക്ക് വരുന്നില്ലേ? അപ്പോൾ ചിലപ്പോൾ അതെന്താണ് 2 സെൽഡ് സ്റ്റേജിലാവാം, അല്ലെങ്കിൽ 3 സെൽഡ് സ്റ്റേജിലാവാം. അപ്പോ 2 സെൽഡ് സ്റ്റേജിലാണെങ്കിൽ അവിടെ ഏതൊക്കെ സെല്ലുകളാണ് കാണപ്പെടുന്നത്? ഒരു വെജിറ്റേറ്റീവ് സെല്ലും അതുപോലെ തന്നെ ഒരു ജനറേറ്റീവ് സെല്ലും. അപ്പൊ ഈ 2 സെൽഡ് സ്റ്റേജിലുള്ള കണ്ടീഷൻ ആണ് എങ്കിൽ അവിടെ ഈ പോളൻ ട്യൂബ് ഫോം ചെയ്യുന്ന സമയത്ത്, ആ പോളൻ ട്യൂബിന്റെ ഗ്രോത്ത് ഒക്കെ നടക്കുന്ന സമയത്ത് ഈ ജനറേറ്റീവ് സെല്ല് ഡിവൈഡ് ചെയ്ത് 2 മെയിൽ ഗാമേറ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു. അപ്പോ ഈ പോളൻ ഗ്രെയിൻസ് 2 സെൽഡ് സ്റ്റേജിലാണ് ഉള്ളത് എങ്കിൽ ഈ പോളൻ ട്യൂബ് ഫോർമേഷന്റെ സമയത്ത് എന്ത് നടക്കുന്നു? അവിടെയുള്ള ജനറേറ്റീവ് സെൽസ് ഡിവൈഡ് ചെയ്ത് 2 മെയിൽ ഗാമേറ്റുകൾ ഉണ്ടാവുന്നു. ഇനി 3 സെൽഡ് സ്റ്റേജിലാണെങ്കിൽ അവിടെ എന്തുണ്ട്? 2 മെയിൽ ഗാമേറ്റ്സ് ഓൾറെഡി ഉണ്ട് അല്ലെ? അപ്പൊ ഈ മെയിൽ ഗാമേറ്റ്സ് ഈ പോളൻ ട്യൂബിലൂടെ എങ്ങോട്ടേക്ക് പോകുന്നു? ഓവറിയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോ ഈ ഓവറിയിലേക്ക് എത്തിക്കഴിഞ്ഞതിന് ശേഷം ആ എംബ്രിയോ സാക്കിന്റെ മൈക്രോപൈലാർ റീജിയനിലൂടെ ഇത് സിനർജിഡ്സിലേക്ക്, 2 സിനർജിഡ്സ് അവിടെ കാണുന്നില്ലേ? 2 സിനർജിഡ്സും ഒരു എക്സെല്ലുമാണ് മൈക്രോപൈലാർ റീജിയനിൽ കാണുന്നത്. അപ്പൊ ആ മൈക്രോപൈലാർ റീജിയനിലുള്ള സിനർജിഡ്സിലേക്ക് ഫിലിഫോം അപ്പാരറ്റസിലൂടെ ഈ പോളൻ ട്യൂബ് പോകുന്നു. അപ്പൊ നമ്മൾ ഈ ഫിലിഫോം അപ്പാരറ്റസിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് പറഞ്ഞിരുന്നു, ഇത് വരുന്ന പോളൻ ട്യൂബിനെ സിനർജിഡ്സിന്റെ അടുത്തേക്ക് ഗൈഡ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന സ്ട്രക്ചർ ആണ് എന്ന് അല്ലെ? അപ്പൊ ഈ ഫിലിഫോം അപ്പാരറ്റസ് എന്ത് ചെയ്യുന്നു? ഈ സിനർജിഡ്സിലേക്ക് ആരെ? ഈ വരുന്ന പോളൻ ട്യൂബിനെ ഗൈഡ് ചെയ്യുന്നു. അപ്പോ പോളൻ ട്യൂബ് എങ്ങോട്ടേക്ക് വരുന്നു? പോളൻ ട്യൂബ് മൈക്രോപൈലാർ റീജിയനിലേക്ക് എത്തുന്നു അല്ലെ? മൈക്രോപൈലാർ റീജിയനിലേക്ക് എത്തി, എംബ്രിയോ സാക്കിന്റെ മൈക്രോപൈലാർ റീജിയനിലേക്ക് എത്തി ഈ ഫിലിഫോം അപ്പാരറ്റസിലൂടെ സിനർജിഡ്സിലേക്ക് പോകുന്നു. ഈ പോളൻ ട്യൂബിൽ എന്തൊക്കെയുണ്ട്? 2 മെയിൽ ഗാമേറ്റുകളും ഉണ്ട്, അതുപോലെ തന്നെ വെജിറ്റേറ്റീവ് ന്യൂക്ലിയസും ഉണ്ട് അല്ലെ? ഇത് ഇങ്ങോട്ടേക്ക് എത്തിക്കഴിയുമ്പോൾ, ഈ സിനർജിഡ്സിലേക്ക് എത്തിക്കഴിയുമ്പോൾ ഈ മെയിൽ ഗാമേറ്റ്സ് റിലീസ് ചെയ്യുന്നു. അപ്പോ മൈക്രോപൈലാർ റീജിയനിലൂടെ ആരെത്തി? ഈ പോളൻ ട്യൂബ് എത്തി. എന്നിട്ട് കണ്ടോ ഇങ്ങോട്ടേക്ക് എത്തി അല്ലെ? ഈ സിനർജിഡ്സിലേക്ക് എത്തി. എന്നിട്ട് മെയിൽ ഗാമേറ്റ്സ്, ആ പോളൻ ട്യൂബിലുള്ള മെയിൽ ഗാമേറ്റ്സിനെ റിലീസ് ചെയ്യുന്നു. ഈ കംപ്ലീറ്റ് സ്റ്റെപ്പുകളും പോളൻ വന്ന് സ്റ്റിഗ്മയിലേക്ക് പതിച്ച് പിന്നീട് ഈ പോളൻ ട്യൂബ് ഉണ്ടായി അത് ഒവ്യൂളിലേക്ക് എത്തുന്നത് വരെയുള്ള ഈ കംപ്ലീറ്റ് പ്രോസസ്സുകളെയും ചേർത്താണ് നമ്മൾ പോളൻ പിസ്റ്റൽ ഇന്ററാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പോളൻ പിസ്റ്റൽ ഇന്ററാക്ഷൻ എന്ന് പറയുന്നതിൽ എന്ത് നടക്കുന്നു? വരുന്ന പോളനെ കൃത്യമായിട്ട് പിസ്റ്റൽ റെക്കഗ്നൈസ് ചെയ്യുന്നു. എന്നിട്ട് അത് റൈറ്റ് ടൈപ്പ് ആണെങ്കിൽ അതിനെ സ്വീകരിക്കുന്നു, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു? അതിനെ റിജക്ട് ചെയ്യുന്നു അല്ലെ? അത് റൈറ്റ് ടൈപ്പ് അല്ല, റോങ് ടൈപ്പ് ആണെങ്കിൽ അതിനെ റിജക്ട് ചെയ്യുന്നു. അപ്പൊ കൃത്യമായിട്ട് പോളൻ പിസ്റ്റൽ ഇന്ററാക്ഷൻ നടന്നതിന് ശേഷം മാത്രമാണ് എന്ത് നടക്കുന്നുള്ളൂ? ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ് നടക്കുന്നുള്ളൂ. നിങ്ങൾ ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ എന്ന് കേട്ടിട്ടില്ലേ? ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷനിൽ എന്താണ് ചെയ്യുന്നത്? ഏതെങ്കിലും ഒരു ഡിസൈർഡ് ക്വാളിറ്റി ഉള്ള പ്ലാന്റ്സിനെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നമ്മൾക്ക് വേണ്ട ക്വാളിറ്റി ഉള്ള പ്ലാന്റിലെ പോളൻ ഗ്രെയിൻസ് കളക്ട് ചെയ്ത് ഒരു പ്ലാന്റിന്റെ ഫ്ലവറിലെ സ്റ്റിഗ്മയിൽ കൊണ്ടുവന്ന് ഡെപ്പോസിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലെ? അപ്പോ ആ പ്ലാന്റിനും ഈ ഫീമെയിൽ ഫ്ലവർ സെലക്ട് ചെയ്തിട്ടുള്ള ആ പ്ലാന്റിനും നല്ല ക്വാളിറ്റി ഉണ്ടാവും, അതുപോലെ തന്നെ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ള മെയിൽ പ്ലാന്റിനും നല്ല ക്വാളിറ്റി ഉണ്ടാവും. അപ്പൊ ഈ 2 ക്വാളിറ്റിയും കൂടി കമ്പൈൻ ചെയ്ത് നമുക്ക് കൂടുതൽ ക്വാളിറ്റിയിലുള്ള ഒരു പ്ലാന്റിനെ പ്രൊഡ്യൂസ് ചെയ്യാനാണ് നമ്മൾ ഈ ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ ഒക്കെ ചെയ്യുന്നത്. അപ്പോ ഈ ഫീമെയിൽ ഫ്ലവറിനകത്ത് നമ്മൾ പോളൻ ഗ്രെയിൻസിനെ കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് ഡെപ്പോസിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ഈ പോളൻ ഗ്രെയിൻസ് ഡെപ്പോസിറ്റ് ചെയ്യുന്നതിന് മുമ്പ് മറ്റേതെങ്കിലും പോളൻ ഗ്രെയിൻസ് നാച്ചുറൽ ആയിട്ട് തന്നെ വന്ന് പതിച്ച് ഫെർട്ടിലൈസേഷൻ നടന്നു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെയുള്ള ആ ഡിസൈർഡ് ക്വാളിറ്റിയിലുള്ള സീഡ്സ് നമുക്ക് ഡെവലപ്പ് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കുകയില്ല അല്ലെ? അപ്പോ അവിടെ എന്ത് ചെയ്യണം? ആ സ്റ്റിഗ്മയില് മറ്റുള്ള പോളൻ ഗ്രെയിൻസ് ഒന്നും വന്ന് പതിക്കാതെ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ പോളൻ തന്നെ നമ്മൾ കൊണ്ടുവന്ന് ഡെപ്പോസിറ്റ് ചെയ്യണം. അതിനു മുമ്പ് മറ്റുള്ള പോളൻ ഗ്രെയിൻസ് ഒന്നും അവിടെ വന്ന് പതിക്കരുത്. അപ്പൊ ഇങ്ങനെയുള്ള മറ്റുള്ള പോളൻ ഗ്രെയിൻസ് വന്ന് പതിക്കുന്ന ആ പ്രോസസ്സിനെ പ്രിവെന്റ് ചെയ്യാനായിട്ട്
നമ്മൾ ഇമാസ്കുലേഷൻ അതുപോലെ തന്നെ ബാഗിങ് ഈ രണ്ട് ടെക്നിക്കുകളാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ എന്താണ് ഈ ഇമാസ്കുലേഷനും ബാഗിങ്ങും എന്നൊക്കെ നമുക്ക് നോക്കാം. നമ്മളിപ്പോ ഈ ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ നടത്താനായിട്ട് സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഫീമെയിൽ പാരന്റ് അല്ലെങ്കിൽ ഫീമെയിൽ പ്ലാന്റ് എന്ന് പറയുന്നത് ബൈസെക്ഷൽ ഫ്ലവേഴ്സ് ബിയർ ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണെന്ന് വിചാരിക്കുക. അവിടെ ബൈസെക്ഷൽ ഫ്ലവേഴ്സ് ആണ് കാണപ്പെടുന്നത് എങ്കിൽ അവിടെ എന്തിനുള്ള ചാൻസ് ഉണ്ട്? സെൽഫ് പോളിനേഷൻ നടക്കാനുള്ള ചാൻസ് ഉണ്ട് അല്ലെ? ബൈസെക്ഷൽ ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ബൈസെക്ഷൽ ഫ്ലവേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫ്ലവറിനകത്ത് തന്നെ ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് കാണപ്പെടുന്ന ഫ്ലവേഴ്സ് ആണ്. അപ്പൊ അവിടെ എന്തിനുള്ള സാധ്യതയുണ്ട്? സെൽഫ് പോളിനേഷൻ നടക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോ ഇങ്ങനെ ഈ സെൽഫ് പോളിനേഷൻ നടക്കാതിരിക്കാനായി ആന്തർ ഡെഹിസൻസിന് മുമ്പ് തന്നെ ഈ ഫ്ലവർ ബഡിൽ വെച്ച് തന്നെ ഈ ആന്തേഴ്സിനെ റിമൂവ് ചെയ്ത് കളയുന്നു. ആ ഫ്ലവറിൽ നിന്ന് നമ്മൾ ആന്തർ ഡെഹിസൻസിന് മുമ്പ് ആന്തേഴ്സിനെ ഫോർസെപ്സ് യൂസ് ചെയ്ത് റിമൂവ് ചെയ്ത് കളയുന്നു. ഈ പ്രോസസ്സിനെയാണ് നമ്മൾ ഇമാസ്കുലേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ആന്തർ പോയി കഴിഞ്ഞാൽ അവിടെ സെൽഫ് പോളിനേഷൻ നടക്കാനുള്ള ചാൻസ് ഇല്ല അല്ലെ? പോളൻ ഗ്രെയിൻസ് വരുന്നില്ല, കാരണം നമ്മൾ ആന്തർ റിമൂവ് ചെയ്തു. ദെൻ ഈ ഇമാസ്കുലേഷൻ നടന്നു കഴിഞ്ഞാൽ ആ ഫ്ലവറിനെ നമ്മൾ കവർ ചെയ്ത് വെക്കുന്നു. കാരണം മറ്റേതെങ്കിലും പോളൻ ഗ്രെയിൻ വന്ന് പതിക്കാനുള്ള ചാൻസ് ഇല്ലേ? സെൽഫ് പോളിനേഷൻ നമ്മളിപ്പോ ഒഴിവാക്കാനായിട്ടാണ് ആന്തറിനെ റിമൂവ് ചെയ്തത്. പക്ഷെ വേറെ ഏതെങ്കിലും പ്ലാന്റ്സിൽ നിന്ന് പോളൻ ഗ്രെയിൻസ് വന്ന് പതിക്കാനുള്ള സാധ്യതയുണ്ട് അല്ലെ? നാച്ചുറൽ ആയിട്ട് നടക്കുന്ന പ്രോസസ് ഉണ്ടല്ലോ. അപ്പൊ അതിനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? അങ്ങനെ നടക്കാതിരിക്കാനായി ആ ഫ്ലവറിനെ എന്തെങ്കിലും ഒരു ബാഗ് വെച്ച് കവർ ചെയ്യുന്നു. ഈ പ്രോസസ്സിനെയാണ് നമ്മൾ ബാഗിങ് എന്ന് പറയുന്നത്. അപ്പോ യൂഷ്വലി നമ്മൾ ബട്ടർ പേപ്പർ ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ഇങ്ങനെ ഈ ഫ്ലവറിനെ കവർ ചെയ്ത് വെക്കുന്നത്. ഇത് എന്തിനാ ചെയ്യുന്നത്? വേറെ ഏതെങ്കിലും പോളൻ വന്ന് ഈ സ്റ്റിഗ്മയിൽ പതിക്കാതിരിക്കാൻ വേണ്ടിയാണ് അല്ലെ? നമുക്ക് ആവശ്യമുള്ള നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ള പോളൻ ഗ്രെയിൻ തന്നെ ഇതിലേക്ക് കൊണ്ടുവന്ന് ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ വേറെ പോളൻ ഗ്രെയിൻ ഒന്നും വന്ന് പതിക്കാതിരിക്കാനായി നമ്മൾ ആ ഫ്ലവറിനെ കവർ ചെയ്ത് വെക്കുന്നു. ആ പ്രോസസ്സിനെ എന്ത് പറയുന്നു? ബാഗിങ് എന്നാണ് പറയുന്നത്. ഈ ഇമാസ്കുലേഷൻ അതുപോലെ തന്നെ ബാഗിങ് ഈ രണ്ട് പ്രോസസ്സ് നടത്തിയതിന് ശേഷം എപ്പോഴാണോ ഈ സ്റ്റിഗ്മ റിസപ്റ്റിവിറ്റി അറ്റൈൻ ചെയ്യുന്നത്, നമ്മൾ കവർ ചെയ്ത് സൂക്ഷിച്ചിട്ടുള്ള ആ ഫ്ലവറിലെ സ്റ്റിഗ്മ എപ്പോഴാണോ റിസപ്റ്റിവിറ്റി അറ്റൈൻ ചെയ്യുന്നത് ആ സമയത്ത് നമ്മൾ മെയിൽ പാരന്റിൽ നിന്നും മെച്യൂർ ആയിട്ടുള്ള പോളൻ ഗ്രെയിൻസ് കളക്ട് ചെയ്യുന്നു. എന്നിട്ട് ഈ കവർ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഫ്ലവറിന്റെ സ്റ്റിഗ്മയിൽ കൊണ്ടുവന്ന് ഡെപ്പോസിറ്റ് ചെയ്യുന്നു. അപ്പൊ നമ്മൾ ഈ ഡെപ്പോസിറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും ആ ഫ്ലവറിനെ കവർ ചെയ്ത് വെക്കുന്നുണ്ട്. ആദ്യം ആന്തർ റിമൂവ് ചെയ്തതിന് ശേഷം ഫ്ലവറിനെ കവർ ചെയ്ത് വെച്ചു. എന്നിട്ട് ആ സ്റ്റിഗ്മയ്ക്ക് എപ്പോഴാണോ റിസപ്റ്റിവിറ്റി അറ്റൈൻ ചെയ്യുന്നത്, ആ സ്റ്റിഗ്മ എപ്പോഴാണോ റിസപ്റ്റീവ് ആവുന്നത്, പോളൻ ഗ്രെയിൻസിനെ റിസീവ് ചെയ്യാനായിട്ട് തയ്യാറാവുന്നത്, ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? മെച്യൂർ പോളൻ ഗ്രെയിൻസിനെ മെയിൽ പാരന്റിൽ നിന്ന് കളക്ട് ചെയ്ത് ഈ സ്റ്റിഗ്മയിൽ കൊണ്ടുവന്ന് ഡെപ്പോസിറ്റ് ചെയ്യുന്നു. എന്നിട്ട് വീണ്ടും ഈ ഫ്ലവറിനെ എന്ത് ചെയ്യുന്നു? കവർ ചെയ്ത് വെക്കുന്നു. അപ്പൊ വീണ്ടും ഇനി എന്തെങ്കിലും ക്രോസ് പോളിനേഷൻ ഒക്കെ വരാതിരിക്കാനായിട്ട്, കണ്ടാമിനേഷൻ ഒന്നും നടക്കാതിരിക്കാനായിട്ട് നമ്മൾ വീണ്ടും കവർ ചെയ്ത് വെക്കുന്നു. എന്നിട്ട് ഫ്രൂട്ട്സ് ഡെവലപ്മെന്റ് ഒക്കെ നടക്കുന്നു. ഇപ്പൊ നമ്മൾ പറഞ്ഞത് ബൈസെക്ഷൽ ഫ്ലവേഴ്സിന്റെ കേസ് ആണ് അല്ലെ? ബൈസെക്ഷൽ ഫ്ലവേഴ്സ് ആണെങ്കിലാണ് അവിടെ ആന്തേഴ്സ് റിമൂവ് ചെയ്യേണ്ടതായിട്ടുള്ളൂ. അവിടെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് മാത്രമേ കാണപ്പെടുന്നുള്ളൂ എങ്കിൽ, അതായത് യൂണിസെക്ഷൽ ഫ്ലവേഴ്സ് മാത്രമേ കാണപ്പെടുന്നുള്ളൂ എങ്കിൽ നമുക്ക് ആ ഇമാസ്കുലേഷൻ എന്ന് പറയുന്ന സ്റ്റെപ്പിന്റെ ആവശ്യമില്ല അല്ലെ? ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം? ബാഗിങ് ചെയ്യാം. അപ്പൊ ആ ഡയറക്റ്റ് ആയിട്ട് ഫീമെയിൽ ഫ്ലവേഴ്സ് നമുക്ക് കവർ ചെയ്ത് വെക്കാം. എന്നിട്ട് എപ്പോഴാണോ ഈ സ്റ്റിഗ്മ റിസപ്റ്റിവിറ്റി അറ്റൈൻ ചെയ്യുന്നത് ആ സമയത്ത് നമ്മൾ ഏത് പോളൻ ഗ്രെയിൻ ആണോ യൂസ് ചെയ്യുന്നത് ആ പോളൻ ഗ്രെയിൻ ഉപയോഗിച്ച് നമുക്ക് പോളിനേഷൻ നടത്താം. എന്നിട്ട് വീണ്ടും ആ ഫ്ലവറിനെ കവർ ചെയ്ത് വെക്കാം. അപ്പോ ഈ കവർ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? കണ്ടാമിനേഷൻ ഒന്നും ഉണ്ടാവാതിരിക്കാനായിട്ട് അല്ലെ? അതായത് വേറെ പോളൻ ഗ്രെയിൻസ് ഒന്നും വന്ന് പതിക്കാതിരിക്കാനായിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പൊ ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ ചെയ്യുന്ന സമയത്ത് ഇമാസ്കുലേഷൻ അതുപോലെ തന്നെ ബാഗിങ് ഈ രണ്ട് പ്രോസസ്സുകൾ ചെയ്യുന്നുണ്ട്. ബൈസെക്ഷൽ ഫ്ലവർ ആണെങ്കിൽ മാത്രം അവിടെ എന്ത് ചെയ്താൽ മതി? ഇമാസ്കുലേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ചെയ്താൽ മതി. ഇനി യൂണിസെക്ഷൽ ഫ്ലവേഴ്സ് ആണെങ്കിൽ അവിടെ ആ സ്റ്റെപ്പിന്റെ ആവശ്യമില്ല. ഡയറക്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? ബാഗിങ് എന്ന് പറയുന്ന പ്രോസസ്സ് ചെയ്യാം.
ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഔട്ട്ബ്രീഡിംഗ് ഡിവൈസസിനെ കുറിച്ച് പറഞ്ഞു അല്ലേ? അതുപോലെ തന്നെ പോളൻ പിസ്റ്റൽ ഇന്ററാക്ഷൻ പറഞ്ഞു. ദെൻ ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും പറഞ്ഞു. 2 പ്രോസസ്സുകളെ കുറിച്ച്, അവിടെ ചെയ്യുന്ന 2 സ്റ്റെപ്പുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടുകളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ബയോ അബോർഡ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്